യോ ഗൈസ് വെൽക്കം ബാക്ക് ടു യെറ്റ് another വീഡിയോ ഓഫ് റോബ്ലോക്സ് ക്യാച്ച് എ മോൺസ്റ്റർ. നമ്മൾ ബാക്ക് ടു ബാക്ക് ആയിട്ട് ക്യാച്ച് എ മോൺസ്റ്ററിൻ്റെ വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഐ കാൺട്ട് ഈവൻ ബിലീവ് മൈ സെൽഫ്. ഓക്കെ, വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പ് ലെറ്റ് മീ എക്സ്പ്ലെയിൻ എ ഫ്യൂ തിങ്സ്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ 5 ദിവസമായിട്ട് ഞാൻ വീഡിയോ ചെയ്യാത്ത എന്താണെന്ന് വെച്ചാൽ ഐ വാസ് പ്ലേയിങ് RDR. സിംപ്ലി പറഞ്ഞാൽ അതാണ്. പിന്നെ ഈ ഗെയിമിൻ്റെ അകത്ത് ഭയങ്കര ഭീകരമായ അപ്ഡേറ്റ് ഒന്നും വന്നില്ല. വേറെ ഗെയിം കളിക്കാൻ എനിക്ക് തോന്നിയില്ല. അപ്പോൾ ഞാൻ കഴിഞ്ഞ അപ്ഡേറ്റിൽ നടന്ന കാര്യങ്ങൾ ഈ വീഡിയോയിൽ സമയം പോലെ പറഞ്ഞുതരാം. ഭയങ്കരമായിട്ടുള്ള മാറ്റങ്ങളൊന്നുമില്ല. 1-2 ബോസിനെ ആഡ് ചെയ്തു, പിന്നെ വേറൊരു ഗെയിം മോഡും കൂടി ആഡ് ചെയ്തു. അത്രേ ഉള്ളൂ. വേറെ കാര്യമായിട്ടുള്ള അപ്ഡേറ്റുകളൊന്നുമില്ല. അത് ഞാൻ ഈ വീഡിയോൻ്റെ ഇടയ്ക്കൊക്കെ വെച്ച് പറഞ്ഞുതരാം. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ ഗൈസ്. അപ്പോൾ ഗൈസ്, ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഐലൻഡാണ്. നോക്ക്, പുതിയ ഐലൻഡ് അവന്മാർ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഐലൻഡിൻ്റെ പേരാണ് നെവർലാൻഡ്. ഐ മീൻ ഫ്രോസ്റ്റ് ഐലൻഡിൽ നിന്ന് തന്നെ ഒരു 6000 മീറ്റർ അപ്പുറം അങ്ങ് ദൂരെയാണ് ഈ ഒരു ഐലൻഡ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. കൊള്ളാം, നല്ലൊരു ഐലൻഡാണ് കേട്ടോ. ആൻഡ് നമ്മുടെ ഗെയിമിൻ്റെ അകത്ത് ഇപ്പോൾ ഫുൾ ക്രിസ്മസ് ഇവൻറ്റുകളാണ്. ഓക്കെ, ക്രിസ്മസ് ഇവൻ്റ് എന്ന് പറഞ്ഞാൽ ക്രിസ്മസ് ബേസ്ഡ് തീമിലായിട്ടുള്ള മോൺസ്റ്റേഴ്സാണ് ഇത്തവണ പുതുതായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും പോയി ഗ്ലേസഡോണിനെ അടിച്ചിട്ട് വരാം. ഞാൻ ഗ്ലേസഡോണിനെ സോളോ ചെയ്യുന്നത് കണ്ടിട്ടില്ല. ഗ്ലേസഡോണിനെ സോളോ ചെയ്യുന്നൊരു സാധനം ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ലെറ്റ് മീ ഗെറ്റ് ദർ. ഗൈസ്, ബൈ ദ വേ, നിങ്ങൾ നോക്കുമ്പോൾ എൻ്റെ ഈ മൗണ്ട് ടസ്ക് അക്വിലൂൺ എന്നൊക്കെ പറഞ്ഞ പുതിയ സാധനങ്ങൾ ഇരിക്കുന്ന കാണാം. അത് കഴിഞ്ഞ അപ്ഡേറ്റിൽ വന്നതാണ്. അതിനെപ്പറ്റി ഞാൻ ഇപ്പോൾ തന്നെ പറഞ്ഞുതരാം. ബൈ ദ വേ, ഗ്ലേസഡോണിനെ സോളോ ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഗ്ലേസഡോണിനെ പിടിക്കുന്ന എന്തോ വലിയ സംഭവമായിട്ട് കാണിച്ചെങ്കിലും ഗ്ലേസഡോൺ ഈസ് നൗ എ നോർമൽ മോൺസ്റ്റർ. ഇപ്പോൾ അപ്ഡേറ്റിൽ വന്നേക്കുന്ന മോൺസ്റ്റേഴ്സിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഗ്ലേസഡോണിന് ഭയങ്കര ഡാമേജും കുറവാണ്, ഹെൽത്ത് ഉണ്ട്. യെസ് ഗൈസ്, നമ്മൾ ഗ്ലേസഡോൺ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കിട്ടുന്ന റിവാർഡ് എഗ്ഗ് മാത്രമല്ല, ഇത്തവണ നമുക്ക് ക്രിസ്മസ് കീയും കൂടി കിട്ടിയിട്ടുണ്ട്. ഓക്കെ, 2 ഗ്ലേഷ്യർ എഗ്ഗാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത്. 2 ഗ്ലേഷ്യർ എഗ്ഗും 3 ക്രിസ്മസ് കീ കിട്ടി. ക്രിസ്മസ് കീയുടെ യൂസ് ചെയ്യാൻ എന്താ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതിന് മുമ്പ് എൻ്റെ കയ്യിലിരിക്കുന്ന ഈ 2 മോൺസ്റ്ററിനെ കണ്ടോ, അക്വലൂൺ, മൗണ്ട് ടസ്ക്. ഇത് രണ്ടും കഴിഞ്ഞ അപ്ഡേറ്റിൽ വന്നതാണ്. ആൻഡ് ഈ അപ്ഡേറ്റിൽ ഇവന്മാർ ഈ ബാറ്റിൽ പാസ് കൊണ്ടുവന്നു. ഇത് ഞാൻ ഒട്ടും പ്രഡിക്റ്റ് ചെയ്തിരുന്നില്ല ഈ ഒരു ബാറ്റിൽ പാസ് വരുമെന്ന്. ബാറ്റിൽ പാസിൻ്റെ അകത്ത് പുതിയൊരു മോൺസ്റ്റർ ഉണ്ട്, പഫ്മോറ. ഇതിൻ്റെ സി ടൈപ്പാണ് ഫ്രീ ആയിട്ട് കളിക്കുന്നവർക്ക് കിട്ടുന്നത്, മറ്റത് പേ ടു വിൻ ആണ്. ഓക്കെ, ആൻഡ് ഇനി നമുക്ക് പറയാം ഈ കീ എന്തിനാണെന്ന്. കീൻ്റെ യൂസ് എന്ന് പറഞ്ഞാൽ ഇവിടെ കണ്ടോ, ഇവിടെ വന്നിട്ട് 5 കീ ഉണ്ടെങ്കിൽ ഒരു സ്പിൻ ചെയ്യുക. സ്പിൻ ചെയ്ത് കഴിയുമ്പോൾ ജിഞ്ചർ ജോയ് എന്ന് പറഞ്ഞാൽ ഇവനെ കിട്ടും. ജിഞ്ചർ ജോയ് ആണ് ഇപ്പോൾ ഈ ഗെയിമിലെ ബെസ്റ്റ് മോൺസ്റ്റർ. ബെസ്റ്റ് മോൺസ്റ്റർ ജിഞ്ചർ ജോയ് ആണ്. ഡി ടൈപ്പിൻ്റെ ബേസ് ഡാമേജ് തന്നെ 28k ആണ്. ആലോചിച്ച് നോക്ക്, 28k, ബെറ്റർ ദാൻ ഫ്ലെയർ ക്രസ്റ്റ്. ഓക്കെ ഗൈസ്, അപ്പോൾ അതിഭാഗ്യവാന്മാർക്ക് 0.1% ഉള്ള ഈ ഒരു ജിഞ്ചർ ജോ എസ് ടൈപ്പിനെ കിട്ടും. എസ് ടൈപ്പിനെ കിട്ടിയാൽ ഭയങ്കര ലക്കാണ്. ഓക്കെ, എന്തായാലും ഇത് ക്രിസ്മസ് അപ്ഡേറ്റിൻ്റെ പാർട്ട് 1 ആണ്. പാർട്ട് 2ൻ്റെ അകത്ത് ചിലപ്പോൾ അവന്മാർ പുതിയ ബോസിനെ കൊണ്ടുവരും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരും. കാരണം നെവർലാൻഡിൽ ഒരു ബോസ് ഫൈറ്റ് എറീന ഉണ്ട്. എറീന മീൻസ് ഒരു ബോസ് ഫൈറ്റ് ചെയ്യാനുള്ള പ്ലേസ് ഉണ്ട്. അവിടെ ഇതുവരെ ഒരു ബോസ് ഇല്ല. അപ്പോൾ അടുത്ത അപ്ഡേറ്റിൽ അവന്മാർ ബോസിനെ കൊണ്ടുവരാനാണ് ചാൻസ്. അപ്പോൾ നമുക്ക് നേരെ ഈ ഫ്ലൈയിങ് മൗണ്ടിൽ കയറിയിട്ട് പോകാം. ഗൈസ്, ബൈ ദ വേ, എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഫ്ലൈയിങ് മൗണ്ട് ഉണ്ടല്ലോ, ഇത് അക്വലൂണാണ്. അക്വലൂൺ ഇസ് എ മൗണ്ട്. നമുക്ക് ഗെയിമിൽ അവൈലബിൾ ആയിട്ടുള്ള ഏക ഫ്രീ ടു പ്ലേ ഫ്ലൈയിങ് മൗണ്ടാണ് അക്വലൂൺ. കിടിലൻ സാധനമാണ് കേട്ടോ, ഭയങ്കര യൂസ്ഫുള്ളാണ്. ഇതെനിക്ക് എവിടെ നിന്നാണ് കിട്ടിയതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇത് കഴിഞ്ഞ അപ്ഡേറ്റിലെ സംഭവമാണ്. എൻലെസ് സ്പൈർ എന്ന് പറയുന്നത് ഇവിടെ ഒരു മോഡുണ്ട്. ഇതവന്മാർ കഴിഞ്ഞ അപ്ഡേറ്റിൽ കൊണ്ടുവന്നത്. അതായത് നമുക്ക് എൻലെസ് ആയിട്ട് എത്ര ലെയർ വേണേലും ബാറ്റിൽ ചെയ്ത് പോവാം. ഓക്കെ, അതിൻ്റെ അകത്തുനിന്ന് നമുക്ക് ടവർ ജെം എന്ന് പറഞ്ഞ റിവാർഡ് കിട്ടും. ആ ടവർ ജെം നമ്മളിതാ ഈ സ്പൈർ ഷോപ്പിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അക്വലൂണിനെ റിഡീം ചെയ്യാനായിട്ട് പറ്റും. കാണിച്ചു തരാം. ഓക്കെ, 12,000 കോയിൻ ഉണ്ടെങ്കിൽ നമുക്ക് അക്വലൂണിനെ റിഡീം ചെയ്യാം. ഓക്കെ, ഇവിടെ നിന്നാണ് നമുക്ക് അക്വലൂണിനെ കിട്ടുന്നത്. ആൻഡ് ടവർ ജമ്മിൻ്റെ മെയിൻ യൂസ് അക്വലൂണിനെ കിട്ടുന്നതാണ്. വേറെ പ്രത്യേകിച്ച് യൂസ് എന്ന് പറഞ്ഞാൽ നമുക്ക് വേറെ കുറച്ച് ബൂസ്റ്റും പോർഷൻസൊക്കെ മേടിക്കാം, അത്രേ ഉള്ളൂ. ഇവനാണ് നമ്മുടെ പുതിയ സ്പ്രൗട്ടസ്ക്. ഇവനല്ല, ഇത് നമ്മുടെ മൗണ്ടസ്കാണ്. കഴിഞ്ഞ അപ്ഡേറ്റിൽ വന്ന ഗ്ലേസഡോണിൻ്റെ അവിടെ റാൻഡംലി സ്പോൺ ആവുന്ന ബോസാണ്. ഗ്ലേസഡോൺ ഇവന് റാൻഡം ആയിട്ടാണ് സ്പോൺ ആവുന്നത്. വി ആർ ബാക്ക് അറ്റ് ദ പുതിയ ഐലൻഡ്. ആൻഡ് ഞാൻ നിങ്ങൾക്ക് ഇപ്പോഴത്തെ സ്പ്രൗട്ടസ്കിനെ കാണിച്ചു തരാം. ഐ മീൻ നേരത്തെ കാണിച്ച മൗണ്ടസ്ക് അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഈ സ്പ്രൗട്ടസ്കിനെ ഞാൻ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞാൽ നമുക്ക് പിടിക്കാൻ പറ്റുന്നതിൽ വെച്ച് ഏറ്റവും കിടിലം പെറ്റ്, ബോസ് അല്ലാത്ത ഏറ്റവും കിടിലം പെറ്റ് ഏതാണെന്ന് കാണിച്ചു തരാം. ഇവനാണ് നൈറ്റ് ക്ലോ ആണ് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും കിടിലം പെറ്റ്. നോക്കുക, ഇതിൻ്റെ നല്ല ഡാമേജ് ഉണ്ട്. അതായത് അഗെയിൻ നോട്ട് ദാറ്റ് ബോസോ ഗാച്ചയോ അല്ലാത്ത ഏറ്റവും കിടിലം പെറ്റ്. നൈറ്റ് ക്ലോവിന് ഡി ടൈപ്പ് ഫ്ലെയർ ക്രസിനേക്കാളും ഡാമേജ് ഉണ്ട്, ഹെൽത്തും ഉണ്ട്. ഇപ്പം തന്നെ ഹെൽത്ത് ഓൾമോസ്റ്റ് സെയിം ആണ്. ഡാമേജ് പ്രോഗ്രസ് ചെയ്യുന്നതോറും കിടിലമായിക്കൊണ്ടിരിക്കും. 2 മില്യൺ ഹെൽത്താണ് ഇവരെ അടിച്ചിടാൻ വലിയ പാടൊന്നുമില്ല. അത്യാവശ്യം മൗണ്ടസ്കും ഈ അക്വലോണൊക്കെ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് സോളോ ചെയ്യാവുന്നതേ ഉള്ളൂ. കഴിഞ്ഞ് ഞാൻ നിങ്ങൾക്കൊരു സാധനം കാണിച്ചു തരാം. ഇത് റെക്കോർഡ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ സംഭവിച്ചതാണ്. എൻ്റെ ഇവിടുത്തെ പിറ്റി 0 ആയിട്ടുണ്ട്. നോക്ക്, പിറ്റി 0 ആയി. ദാറ്റ് മീൻസ് യു നോ ഗൈസ് വാട്ട് ദാറ്റ് മീൻസ്. അതിൻ്റെ അർത്ഥം ലെറ്റ് മീ ഷോ യു. യെസ്, വി ഗോട്ട് അവർ ഫസ്റ്റ് ജിഞ്ചർ ജോയ്.
എന്തൊക്കെ പേരുകളാണ്. ഡി ടൈപ്പ് ആണ്, എന്നാലും ഐ ആം ഹാപ്പി വിത്ത് ഇറ്റ്. കാരണം എൻ്റെ കയ്യിൽ ഇരിക്കുന്ന ഏറ്റവും കൂടുതൽ പറ്റിപ്പോയവനാണ്. ഗൈസ് ഓൾസോ ഈ ഗെയിമിൻ്റെ അകത്ത് അവർ അച്ചീവ്മെൻറ്റ് സെക്ഷൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. അച്ചീവ്മെൻറ്റ്സ് അത്യാവശ്യം നല്ല യൂസ്ഫുൾ ആണ്. എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ അച്ചീവ്മെൻറ്റ്സ് നല്ല യൂസ്ഫുൾ ആണ്. ഞാൻ എന്താണെന്ന് കാണിച്ചു തരാം. ഗൈസ് നമുക്ക് ചില അച്ചീവ്മെൻറ്റ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഫീഡ് ചെയ്യാനുള്ള ഫുഡ് കിട്ടും. അതായത് നമുക്ക് ഇപ്പോൾ ചെറി എന്ന് പറഞ്ഞ സാധനം ആഡ് ചെയ്തിട്ടുണ്ട് ഗെയിമിൻ്റെ അകത്ത്. അത് വെച്ച് നമുക്ക് ഫുഡ് കിട്ടും. ആൻഡ് അടുത്ത അച്ചീവ്മെൻറ്റ്സ്, ഐ മീൻ വേറെ ചില അച്ചീവ്മെൻറ്റ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പെറ്റ് ലെവൽ ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അതായത് നമ്മുടെ ടോട്ടൽ പെറ്റ് ലെവൽ 40 ആണ്. അത് നമുക്ക് ഇൻക്രീസ് ചെയ്ത് മാക്സിമം 50 വരെ ആക്കാൻ പറ്റുന്ന അച്ചീവ്മെൻറ്റ്സ് ഉണ്ട്. യെസ്, ആൻഡ് ഒരു അച്ചീവ്മെൻറ്റും കൂടി ഉണ്ടെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ബാക്ക് പാക്കിലെ പെറ്റിൻ്റെ ഇൻവെൻട്രിയുടെ സ്പേസ് ഇൻക്രീസ് ചെയ്യാനായിട്ട് പറ്റും. ഈ ഇൻവെൻട്രി ക്ലിയർ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര അനോയിങ് ആണ്. അപ്പോൾ ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നി. ഗൈസ് ഇതാണ് ഇപ്പോഴത്തെ അപ്ഡേറ്റിൽ ഒരു പാർട്ട് 1 ആഡ് ചെയ്തിരിക്കുന്നത്. പാർട്ട് 2 എന്തൊക്കെ സൂപ്പർ സാധനങ്ങൾ ആഡ് ചെയ്യുന്നത് എനിക്ക് അറിയത്തില്ല. എന്തായാലും ഈ അപ്ഡേറ്റ് എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടു കേട്ടോ. അത്യാവശ്യം ഗ്രൈൻഡ് ചെയ്യാനുള്ള വകയുണ്ട്. യെസ് ഗൈസ്, അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് ഞാൻ എന്തായാലും തന്നെ കുറച്ച് ഗ്രൈൻഡ് ചെയ്യാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോസ് എന്തായാലും ചാനലിൽ വരുന്നതായിരിക്കും. സോ ഗൈസ് ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് എൻഡ് ചെയ്യാണ്. അടുത്ത ദിവസം അടുത്ത വീഡിയോയ്ക്ക് വീണ്ടും കാണുന്നവരെങ്കിൽ ലവ് യു ഓൾ, ബൈ.